ഉടനെ തന്നെ ഒന്നാമത്തെ ശുശ്രൂഷ തുടങ്ങുന്നതാണ്. ഈ ലോകത്തിൽ നിന്ന് യാത്രയായി നിന്റെ അടുക്കൽ വന്നുയർന്നിരിക്കുന്ന ഈ ദാസിയുടെ ആത്മാവിന് സൗഭാഗ്യകരമായ വിശ്രമവും ആനന്ദകരമായ വിരുന്നും സന്തോഷകരമായ വാസസ്ഥലവും നൽകണമേ. കാലാന്ത്യത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളി നീതിപൂർവം ഭൂലോകത്തെ ന്യായം വിധിക്കുകയും ഓരോരുത്തരും അവനവന്റെ യോഗ്യതയനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യുമ്പോൾ നിന്റെ വലതുഭാഗത്തുള്ള കുഞ്ഞാടുകളോടുകൂടെ ചേരുവാനും അവരോടൊന്നിച്ച് നിനക്ക് സ്തുതിയും സ്തോത്രവും പാടുവാൻ ഇവളെ യോഗ്യയാക്കണമേ. യുദ്ധാനം വാഗ്ദാനം ചെയ്തോൻ മിശിഹ നിൻ ശരണത്തിൽ നിദ്രിതയാ ദാസിക്കേകണബോധാനം ത്രിത്വത്തിൻ മർമ്മമദാം ആനന്ദം തനയന്നം ഹല്ലേലൂയ കർമ്മലനാം റൂഹായും പാടും ഞങ്ങൾ. സ്വർഗസ്ഥാനിങ്കലുയർത്തും നെൻമിഴികൾ ഹല്ലേലൂയ നാഥസമക്ഷം ദാസജനത്തിൻ ദൃഷ്ടികൾ പോൽ കൃപ ചെയ്യുക നാഥ കൃപ ചെയ്യുക. നിലയം ദൈവം
പ്രഭയും പുകഴ്ചയും അനശ്വര കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആവിർഭാവത്താൽ പരിശുദ്ധാത്മാവിനെ അയച്ചു തരികയും എഴുന്നള്ളത്താൽ ഭൂതലത്തെ നവീകരിക്കുകയും ശബ്ദത്താൽ മരിച്ചവരെ ജീവിപ്പിക്കുകയും ആജ്ഞയാൽ കബറടക്കപ്പെട്ടവരെ ഉയർപ്പിക്കുകയും ചെയ്യുന്ന വിസ്മയനീയ ജീവദാതാവേ, നിനക്ക് സ്തുതി. നീ മരിച്ചവരെ മഹിമ ധരിപ്പിക്കുകയും മരണമില്ലായ്മയെ അവർക്ക് ഭൂഷണമായി കൊടുക്കുകയും ഭക്തന്മാരെ ഉന്നത രാജ്യത്തിലേക്ക് ഉയർത്തി മാഹാത്മ്യമേറിയ മണവറയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ ദാസിയുടെ ശവസംസ്കാര കർമ്മം ഞങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. ജീവനുള്ളവരുടെ തലവനും മരിച്ചുപോയവരുടെ നാഥനുമായ ഞങ്ങളെ മിശ്യാതമ്പുരാനെ, എന്നിൽ വിശ്വസിക്കുന്ന ഇവനും മരിച്ചാലും ജീവിക്കും. ഞാൻ അവനെ ഏർപ്പിക്കും. എന്നിൽ സങ്കേതപ്പെടുന്ന ഏതൊരു ആത്മാവിന്റെ പുനരുത്ഥാനവും ജീവനും രക്ഷകനും ഞാനാകുന്നുവെന്ന് ദിവ്യാജമാനി വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, നിന്നുള്ള പ്രത്യാശയോടുകൂടെ മരണമടഞ്ഞ ഈ ദാസിയുടെ ആത്മാവിനെ നീ ഇപ്പോൾ ദയാപുരസ്സരം സ്വീകരിച്ച് വാത്സല്യപൂർവ്വം ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ. നിന്റെ അടുക്കിലേക്ക് വരുന്ന മാർഗത്തിൽ ഞങ്ങളുടെ ആത്മാക്കളെ അപഹരിക്കുവാനായി അന്തരീക്ഷത്തിലെ ഒളിവിടങ്ങളിൽ പതിയിരിക്കുന്നവരും ദുഷ്ടന്മാർ നാശത്തിനായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരുമായ സംഘങ്ങളിൽ നിന്ന് ഈ ദാസിയെ സംരക്ഷിച്ചുകൊള്ളണമേ. സമാധാന ദൂതന്മാർ മുഖേന നിന്റെ പരിശുദ്ധന്മാരുടെ സൗഭാഗ്യ ഭവനങ്ങളിലേക്ക് ഈ ദാസിയെ നയിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, നിന്നെ വിശ്വസിച്ചുള്ള ഈ ദാസിയെ രക്ഷിച്ചുകൊള്ളണമേ. കൃപയുള്ളവനായ ദൈവമേ, ഈ ദാസിയെ നിന്നേറ്റു പറയുകയും നിന്റെ ശ്രീഭായ വന്ദിക്കുകയും നവജീവന്റെ അച്ചാരമായ നിന്റെ ശരീരരക്തങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തിട്ടുള്ള എല്ലാവരെയും നീ കൈക്കൊള്ളണമേ. ദയാലുവാ ദൈവമേ, മാമോദീസ മൂലം നീ നൽകിയ പ്രകാശ വസ്ത്രവും ഓരോനുമുദ്രയും നിന്റെ ഈ ദാസിൽ നിന്ന് എടുത്തു കളയരുതേ. ഞങ്ങൾ ഈ പാപരഹിതമായ നിര്യാണത്തിനും ശുഭകരമായ യുദ്ധത്തിനും ഒരുക്കണമേ. നിന്റെ കൃപയുടെ സംരക്ഷണയിൽ ഞങ്ങളെ മറക്കണമേ. ദുഃഖവും നെടുവീർപ്പുമില്ലാത്ത സന്തോഷ ഭവനങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഈ ലോകത്തിന് അന്ത്യവും സനാതന ലോകത്തിന് ആരംഭവും കുറിക്കുന്ന അവസാനത്തേതും ആദിത്യതുമായ നിന്റെ മഹാദിവസത്തിൽ നിന്നിൽ നിന്നുള്ള രക്ഷകങ്ങൾക്ക് അനുഭവവേദ്യമാക്കണമേ. നിന്റെ സാന്നിധ്യത്താ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ബലദ്ധാദ്യങ്ങളെ ബന്ധിക്കിരുത്തണമേ. നിന്റെ പുഷ്ടിയേറിയ മേച്ച സ്ഥലങ്ങളിൽ ഞങ്ങളെ മേയിച്ചുകൊള്ളണമേ. നിന്റെ പെരുന്നാൾ ആഘോഷത്തിൽ അണിനിരം നിൽക്കുന്നവരായ സർവരക്ഷിത സംഘത്തോടും കൂടെ ഞങ്ങളെ നിർത്തണമേ. നിന്റെയും കാരുണ്യവാനായ നിന്റെ പിതാവിന്റെയും വിശ്വാസികളെ ജയിപ്പിക്കുന്ന പരിശുദ്ധ റൂഹായുടെ കൃപയാലും മനസ്സിനെ താൻ നിന്റെ ഭവനത്തിലെ സമൃദ്ധിയായി ഞങ്ങളെ പരിപോഷിപ്പിക്കണമേ. ഉത്തമനായ നിന്നെ ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ഭയപൂരിതമാം രാവിൽ കേൾക്കും നാദം കേട്ടിട നദിയായി നോക്കി തന്നോടെ സ്ലീവാ
ഭാരിക്കുമോർ ഉന്നതത്തിൽ സ്വർഗീയർക്കും താഴെ ഭൗമികർക്കും കബറിൽ പരേതർക്കും തന്റെ സമൃദ്ധമായ സുഗന്ധവാസന ഭൗവേദ്യമാക്കിയ സുഗന്ധധൂപവും പരിമളവുമായ കർത്താവേ, നിന്റെ കൽപ്പന പ്രകാരം ഈ ലോകവാസം വെടിഞ്ഞ നിന്റെ ഈ ദാസിക്കും നിന്നിൽ വിശ്വസിച്ചവരും നിന്നുള്ള പ്രത്യാശയോടുകൂടെ നിദ്ര അടഞ്ഞവരുമായ സകല മരിച്ചവർക്കും ആശ്വാസാനുഭവവും ഭാവപരിഹാരത്തിന്റെ അനുഭൂതിയും നൽകണമേ. നിന്റെ ശ്രേഷ്ഠത ഉദിക്കുകയും ദൈവത്വം വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലതുഭാഗത്തെ കുഞ്ഞാടുകളോട് ഇവൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാൻ ഇടയാക്കണമേ. പടുവൃദ്ധതയിൽ കാനാനിൽ ഹൃദയ സാറായി ഇസഹാക്കൊടു ചേർന്ന പ്രാണം ചെയ്താൻ സംസാരം നിൻ ശരണത്തിൽ മരണമടഞ്ഞോളെ ആത്മോക്തികളാൽ സംസ്കാരം ചെയ്യൂ. നമസ്തുതിയൻ ദൈവമിവൾ ന്യായ തീർപ്പിന്മാർ നിൻമൂലമായി നിന്നുച്ചത്തിൽ ഘോഷിച്ചിടേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബഹുല ബോല ബറുവൽ റൂഹോ കാദീശോ ധന്യൻ നിന്നെ ഹൃദയാൽ നീക്കി സഹജേ കന്യകളൊപ്പം മണവറയിൽ കാപ്പിച്ച നമ്മിളിക്കുന്നടലാൽ ഹൗവമകൾ തൻ മരണത്തിനെ വ്യത നമ്മൾ കേകുന്നു. ദേവാതിൽ പാപം മോചിക്കാൻ നീതിജ്ഞ ധാർമ്മികരോടൊപ്പം മോദമെഴും മണവറയിൽ
രോഗികൾ ഘോഷിക്കും നിൻ ശ്രീമാകട്ടെ ആപൽ സ്ഥാനം തരണം ചെയ്യാൻ ധാർമ്മികരോടൊപ്പം ഇവൾ മോദിക്കും ദൈവാത്മജനി ശാശ്വത രാജ്യത്താശ്വാസം നിൻ ദാസിക്കേ ലോക ധാർമ്മികരൊപ്പം ശുദ്ധരുമൊന്നായി അവകാശമികൾ പുതുതായി നേടി ആത്മികരൊപ്പം നിന്നെ നിത്യം വാഴ്ത്തിയിടട്ടെ. കമ്പികൾ പൊട്ടി മൂകതയാർന്ന വീണയതിനെ കാട്ടുക നാഥ സഹതാപം നീ. Please proceed. Mr. Michael Thomas, representing the NCYM of St. Mary's Malangara Catholic Church, will offer the condolences of the youth. Dear fathers, sisters, family, and friends, thank you for the moment to pay my condolences. Today I'd like to extend my deepest condolences to the family on behalf of the MCYM youth. The loss of our beloved Auntie. Duncan Uncle, Jenny, Jobin, your loss is our loss. We've had fond memories with Auntie. We have memories of a warm smile and the time she spent at church. Auntie was taken from us too early, but God had different plans for her. I'd like to encourage everyone with these words, and we pray for your comfort and strength. This is from the book of Thessalonians. Brothers, I do not want you to be uninformed about those who fall asleep or grieve, the men who have no hope. We believe that Jesus died and rose again, so we believe that God will bring with Jesus those who have fallen asleep in him. Today, with this, we grieve in Christ, but we grow hope that we will be reunited one day. We will continue to keep you in our prayers. Thank you. We're going to have a prayer song. During the song, please come through the right side of the church to offer your condolences, view the body, and then please go out through the left side of the church. Exit is on the left side. Card number 15.
Song number 15. കൃത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ നാഥൻ ചെയ്തേയില്ല. എന്നെ അവൻ നടിച്ചാലും അവരെന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ നടിച്ചാലും അവരെന്നെ സ്നേഹിക്കുന്നു. ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല. കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോൾ എന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. എപ്പോൾ എന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ലോകസൗഖ്യമെന്തു തരും? ആത്മക്ലേശമതിൻ ഫലം. സൗഭാഗ്യമുള്ളതു ജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. Mrs. Annama Thomas, representing the Legion of Mary and Mothers Forum, would like to offer her condolences at this time. ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സെയിൻറ് മേരീസ് മലങ്കര കാത്തലിക് ചർച്ച് ലീജിയൻ ഓഫ് മേരിയെ പ്രതിനിധീകരിച്ച് ആനയുടെ വേർപാടിൽ ദുഃഖിതരായി കഴിയുന്ന തകച്ചിനോടും മക്കളോടും കുടുംബാംഗങ്ങളോടും ഞങ്ങളുടെ അനുശോചനം രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. നമ്മെ വേർപിരിഞ്ഞു പോയ ആനയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനോടൊപ്പം ആത്മാവിന്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിൽ ലീജിയനിൽ നിന്നും ആദ്യമായി വേർപിരിഞ്ഞ അംഗമാണ് ആനി. ലീജിയനിൽ സജീവമായി പങ്കെടുക്കുകയും ലീജിയനിൽ നടത്തിവരുന്ന സേവന പ്രവർത്തനങ്ങളിൽ അകമൊഴിഞ്ഞ് സഹായിക്കുകയും ആനി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു പദ്യത്തിൻ്റെ വാക്കുകൾ ഓർക്കുകയാണ്. തോട്ടത്തിൽ നാഥൻ സുമഗണം തേടുമ്പോൾ കൂട്ടത്തിൽ നല്ലത് ഇറുത്തിടുന്നു. നഷ്ടത്തിന് എന്ത് അവകാശം നമുക്കതിൽ
നട്ടവൻ കൊയ്യുക ന്യായമല്ലോ. ഈ ഭൂമിയിലെ ജീവിതയാത്രയിൽ തന്നെ ഏൽപ്പിച്ചിരുന്ന കർത്തവ്യങ്ങൾ ഭാര്യ, അമ്മ എന്ന സ്ഥാനത്ത് നിന്ന് എത്രയും ഭംഗിയായി അതിൻ്റെ പരിപൂർണതയിൽ നിർവഹിച്ചതിന് ശേഷം സ്നേഹവതിയായ ഭാര്യ, അമ്മ അവരിൽ നിന്നും വേർപെട്ടു. വ്യക്തിപരമായി ആനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ പിക്നിക്കിൻ്റെ സമയം എനിക്ക് ഓർമ്മ വരും. ഓട്ടത്തിലും മറ്റുള്ള മത്സരത്തിലും വിജയം വരിക്കുമ്പോൾ ശാന്തതയോടെ വലിയ ബഹളമൊന്നും ഉണ്ടാക്കാതെ ആത്മസംതൃപ്തിയുടെ ഒരു ചിരി, നാണം കുണിയ ഒരു ചിരി അമൂർത്ത് കാണാം. അത് ആനിയുടെ ഒരു പ്രത്യേകതയായിരുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 വർഷമാണ്, ഏറിയാൽ 80. എന്നിട്ടും അക്കാലം അത്രയും അധ്വാനവും ദുരിതവുമാണ്. അവ പെട്ടെന്ന് തീർന്നു പോകും, ഞങ്ങൾ കടന്നു പോകും. സങ്കീർത്തനം 90:10. ശാന്തതയോടെ എല്ലാം അഭിമുഖീകരിക്കുന്ന വ്യക്തിത്വമായിരുന്നു ആനിയുടേത്. തൻ്റെ രോഗത്തിലും വേദനയിലും ആ ശാന്തത, ആത്മവിശ്വാസം കൈവിടിഞ്ഞില്ല. സ്വർഗത്തിലിരുന്ന് മാലാഖമാരോടും വിശുദ്ധരോടുമൊപ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ ആവശ്യങ്ങൾ പറയുവാൻ ഒരു വ്യക്തി കൂടി ഇന്ന് നമുക്കുണ്ട്. നിത്യതയിൽ ഒന്നിച്ച് കാണാമെന്നുള്ള പ്രത്യാശയിൽ ആനിയോട് നമുക്ക് വിട പറയാം. A reading from the book of Job, chapter 14, verses 1 to 17. A human being, born of woman, whose life is short but full of trouble. Like a flower, such a one blossoms and withers, fleeting as a shadow, transient. And this is the creature on whom you fix your grace, and bring to judgment before you. But will anyone produce the pure from what is impure? No one can. Since his days are measured out, since his tale of months depends on you, since you assign him bounds he cannot pass. Turn your eyes from him, leave him alone, like a hired laborer, to finish his day in peace. There is always hope for a tree. When felled, it can start its life again. Its shoots continue to sprout. Its roots may have grown old in the earth, its stump rotting in the ground. But let it scent the water, and it buds, and puts out branches like a plant newly set. But a human being, he dies, and dead he remains, breathes his last, and then where is he? The waters of the sea will vanish, the rivers stop flowing and run dry. A human being, once laid to rest, will never rise again. The heavens will wear out before he wakes up, or before he is roused from his sleep. Will no one hide me in Sheol, and shelter me there till your anger is past, fixing a certain day for calling me to mind? Can the dead come back to life? Day after day of my service, I should be waiting for my relief to come. Then you would call, and I should answer. You would want to see once more what you have made. Whereas now you count every step I take, you would then stop spying on my sin. You would seal up my crime in a bag and put a cover over my fault. Praise is due to you, God. Barakimor. ഉടനെ തന്നെ ഒരു പ്രാർത്ഥനാ ഗീതം ഉണ്ടാകുന്നതാണ്. അപ്പോൾ in that we are going to have a devotional song. During that time, who would like to കരുതുന്നു
Reverend Father John Punnakunnel to say his condolence speech. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മളിവിടെ വന്നതിൻ്റെ പ്രത്യേകമായ കാരണം എന്താണെന്ന് നമുക്ക് തന്നെ അറിയാം. ഒരു പ്രിയപ്പെട്ട സഹോദരിയോട് നമ്മുടെ അവസാന ദിവസത്തെ ഗുഡ് പറയാൻ വന്നതെന്ന കാര്യമാണ്. ഈ സഹോദരിയുമായി എനിക്ക് വലിയ നല്ല പരിചയം ഉണ്ടായിരുന്നു, ഇപ്പോഴില്ലായിരുന്നതേ ഉള്ളൂ. എത്ര നാൾ നമ്മുടെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. ആണെങ്കിലും ശരി, ഞാൻ ഇവിടെ എന്തെങ്കിലും തരത്തിലും എന്ന് വെച്ചോന്ന് വിചാരിച്ചു ഒന്ന് കാണുന്നതിനും സാധിച്ചു. നിങ്ങളെല്ലാവരെയും കാണുന്നതിനും ഒന്നുകൂടി കാണുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും വേണ്ടി പ്രത്യേകമായി സഹോദരിക്ക്. പ്രിയപ്പെട്ട സഹോദരികളെ, നിങ്ങളാണ് ലോകത്തിൻ്റെ വെളിച്ചം. ദൈവം തന്നെ ഇതിന് വെളിച്ചം. ദൈവം നിങ്ങളെ സൃഷ്ടിച്ചതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ദൈവം ആദത്തെ സൃഷ്ടിച്ചു. എന്നാൽ ദൈവം ആദത്തിന് ഒരു കൂട്ടുകാരിയെ കൊടുത്തു. അതാണ് ഓരോ സ്ത്രീയുടെ ഭാഗ്യം. ഈ ഭാഗ്യപ്പെട്ട സ്ത്രീ ആനി എത്ര സഹോദരികളെ രക്ഷിച്ചു. ഈ നാട്ടിൽ വന്ന് നമ്മൾ പുണ്യകരമായ നാട്ടിൽ നിന്ന് ഇവിടെ വന്നു. എന്തിനു വേണ്ടി വന്നു? ഈ രാജ്യത്തിന് മഹിമ കൊടുക്കുന്നതിനും ഈ ആളുകളെ കാണുന്നതിനും ഇവർ നമ്മൾ കത്തോലിക്ക സഭയിൽപ്പെട്ട ആളുകളാണെന്ന് കാണുന്നതിനും അവരോടുമായി സംസാരിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും വേണ്ടിയാണ്. എത്ര ആളുകളെയും ഈ പ്രിയപ്പെട്ട സഹോദരി രക്ഷിച്ചു. ഇവിടെ വന്നതിന് ശേഷം എല്ലാം ദൈവത്തിന് വേണ്ടിയല്ലേ ചെയ്തത്. പ്രിയപ്പെട്ട സഹോദരികളെ, നിങ്ങളും അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മാതാപിതാക്കളെ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഭർത്താക്കളെ കാണുന്നത്. ഭർത്താക്കൾ ദൈവം തന്നെ ഒരു സഹോദരൻ മാത്രമല്ല, ഒരു ഭർത്താവ് മാത്രമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദാനത്തെ നിങ്ങൾ സ്വീകരിക്കണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കായി നിൽക്കുന്ന ഭാര്യമാർ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദാനമാണ്. അത് മറന്നു പോകേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? ദൈവം കണ്ടു ആ ആദത്തിന് ഒന്നിച്ച് ഒരു ദിവസം തനിച്ച് ജീവിക്കുന്നതിന് സാധ്യമല്ല. അതിന് കാരണം അവർക്ക് വേണ്ടി ഒരു പ്രിയ കൂട്ടുകാരിയെ കൊടുത്തിരിക്കുന്നത് അത് നിങ്ങളാണ്. ഈ മൗത്യത്തെ നമ്മൾ ഇപ്പോൾ ഓർക്കേണ്ടതാണ്. ഏത് സമയത്ത് മരിക്കുന്ന സമയത്താണ് ഇതാണ് പറയുന്നത്, ഞാനൊരു നല്ല ഭാര്യയായി ജീവിച്ചു, എൻ്റെ മക്കളെ ഞാൻ വളർത്തി, എൻ്റെ ജീവിതം ഇതാണ് ഞാൻ കർത്താവിന് അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരികളെ, ഇന്നേ ദിവസം നമ്മളിവിടെ വന്നിരിക്കുന്നു. ഈ അവസരത്തിൽ ഈ ആളിന് വേണ്ടി ഞാനൊരു ചെറിയ പ്രാർത്ഥനയിലാണ് സന്നിധിക്കുന്നത്. ിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയുടെ കർത്താവെ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുത്തവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പലരെയും പ്രതീക്ഷയാൽ നിന്ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ഭൂമി നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായസ്സും. സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കണ്ടവരാം നിൻ സുതരെ നിത്യവീരന്റെ ശരണമേ.
പരിശുദ്ധാത്മാവിന് സ്തുതി. ബാബാപുത്രൻ റൂഹായേ മൃതരാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുസ്ഥിരനാകുന്നു. ഞങ്ങളുടെ ജീവന്റെയും കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ഉന്നത കൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും വിളങ്ങും വദനമൊടുടരാൻ വരമരുടേണം. വിധിയുടെ നാളിൽ മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമരാത്തോരവികലബോധം നുകരാൻ മൃതരെ മഹിമയൊഴുകും മണവരയെങ്കിൽ ചേർക്കണമീശോ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന ആൾക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയവന്റെ പക്കലാകുന്നു. കൊടുക്കുന്നവനും നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെ വന്നത്തിന്റെ നാഥനും പിതാവുതം പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ നീ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദേവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഖലകളിൽ നീ പ്രത്യക്ഷനാകുകയും സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ മഹാപ്രതിൽ നിന്ന് ഉറക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ ദാസിയായി നീയെ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. പിതാവിന്റെയും
പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എനിക്ക് വേണ്ടി നമുക്ക് ഒരു ആകാശങ്ങളിരിക്കുന്ന ഒരു തന്മോണ്ടിയും ചെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുതേ. സ്വസ്ഥീകർത്താവിനോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിനുള്ള ഈശോ അനുഗ്രഹപ്പെട്ടവളാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മനുഷ്യ വിശ്വാസയുടെ ആത്മാവിൽ തമ്പുരാന്റെ മനോഹരത്താലെ മോക്ഷത്തേരുവാൻ തിരിയുണ്ടാകട്ടെ. Please, all the way there, only start May Almighty God bless you. Eternal rest grant unto her, O Lord, and let your perpetual light shine upon her. May her soul and soul of all the faithful departed and all her family members may rest in peace. Amen. In the name of the Father, and of the Son, and the Holy Spirit. Amen. At this time, Sharon, Anita, and Ashley would like to say a few words about their beloved auntie. Sharon. Respected Achins, sisters, Thangchin uncle, Jobin Chachin, Jen Chechi, uncles, aunties, friends, and family. As most of you know, we are the nieces of Annie Auntie. Our family has been through a rough couple of months, and we first want to take the time to thank everyone who's been continuously supporting and praying for our family. We are all gathered here to pay our respects to a beautiful wife, mother, aunt, and friend whose time here with us was cut far too short. There are plenty of memories I cherish with Auntie, such as going to the mall, shopping for weddings, or even just going on adventures. A memory I'd like to share is my first time driving Auntie to the store. Even before I received my license, I drove everywhere, but the only problem was no one got into the car with me. And Auntie was one of the first few people to get into the car with me. I could tell she was a little nervous because she held the sidebar the whole time and tried to step on the brake on the passenger side, but she smiled the whole way to the store. I personally feel she gave me the confidence to continue driving. When I drove her and brought her back safely, I remember hearing that I was a good driver from the whole family. I giggled and continued to tell everyone I'm the best driver, even though I'm not. And Auntie was very courageous, and she will never be forgotten. At this time, I would like to share a poem called An Angel in memory of Auntie. An angel lived among us, a gift from God above. She showered us with kindness and shared us with her love. She cherished every moment with the man who was her life, walking hand in hand together, facing life with all its strife. She loved her children dearly, each one in a different way, nestled close within her heart, though now she's far away. She's gone to live with Jesus, but she's here with us today, smiling down on every one of us and telling us she's okay. A passage from John 14. Let not your hearts be troubled, believe in God. Believe also in me. In my Father's house are many rooms. If it were not so, would I have told you that I go to prepare a place for you? And if I go and prepare a place for you, I will come again and will take you to myself, that where I am, you may be also. And you know the way to where I am going. When I think of Annie Auntie, words are endless. She was a wonderful, smart, sweet lady with a kind heart, and we will all tremendously miss her very much. She was more than an aunt to me, she was a second mom. I have numerous amounts of memories with her, such as dressing me and
and Jenny up for dance shows and bringing us to dance practices. I so always loved going over to Jenny's house for sleepovers when I was young, just because Annie Auntie would always make chili chicken for me, or sometimes we would go to the movie theater and watch a Malayalam movie with the whole family. I always felt like a second daughter to Annie Auntie. She always used to tell me how she loved my curly hair. One memory I will not forget was when my mom passed a couple months before, and she told me that now she's my mom now. She gets to yell and argue at me. Life will be very different without her, but we all must be very strong together. She's now in a place with no suffering, just happiness, peacefully looking down on us with my mother. Your pain is our pain, and you will never be alone. God has chosen one of the best flowers for his garden, who will be guiding us in the right path and keeping us from harm. Annie Auntie will never be forgotten. She is in our hearts forever and ever. Even though I walk through the valley of the shadow of death, I fear no evil, for thou art with me. Even though she is physically gone, we know she will always be with us spiritually. Annie Auntie will always be remembered. One of my most recent memories of her was a few months back when my mom was in the hospital. Even though Annie Auntie wasn't feeling well and was sick, she still stood there by my mom's side every day and took care of her. She made sure she was okay and helped her out so much throughout my mom's last days. This showed how much of a compassionate and strong woman she was. We will never forget that. Bangajangom, we know that this is a hard time for you, but we are all there for you whenever you need us. Jordan Chachin, you are very strong. I'm pretty sure Annie Auntie's watching down proudly at how much of a strong and talented son she has. Jenny Chechi, we love you so much. We are here for you, a shoulder to cry on, a hand to be held, or even for a good laugh. You've been very strong for the last couple of days, and just know your mom is now watching over you, laughing and crying with you. We know that no one can ever replace the role of a mother, but always remember you have 3 sisters that will always be here for you. We will all be praying for you. Love you all so much. Annie Auntie is now in heaven, watching over us every step of the way. We know that we have a beautiful guardian angel watching over us. We love you, Annie Auntie. Rest peacefully. അലയുന്നു വലയുന്നു ഭക്തന്മാരികെ എന്നും അലയുന്നു വലയുന്നു ഞാനോ ഈ ദേവരെ ദൈവമാം പിതാവിൻ്റെ കൈകളിൽ രുചിച്ചതിൽ തിന്മയായൊന്നുമില്ല കൈകളിൽ രുചിച്ചതിൽ തിന്മയായൊന്നുമില്ല ശിക്ഷയായി പലതെന്നെ വന്നു ഞാൻ അറിയുന്നു രക്ഷകനടിയന്നെ പക്ഷമായി ചെയ്തതെല്ലാം രക്ഷകനടിയന്നെ പക്ഷമായി ചെയ്തതെല്ലാം സങ്കടം ബഹുവിധം സാധു ഞാൻ രുചിച്ചതിൽ തൻ കൃപയളവെന്നെ അനുഗ്രഹ നിറവേകി തൻ കൃപയളവെന്നെ അനുഗ്രഹ നിറവേകി എത്ര നല്ലുടയവൻ കൃമിയാമടിയന്മേ ഇത്ര മാന്യതോന്ന ഓർക്കുകയിലൊന്നുമില്ല ഇത്ര മാന്യതോന്ന ഓർക്കുകയിലൊന്നുമില്ല സ്വർഗമേനിക്കായി തൻ പുത്രനിൽ നൽകിയ ദത്തവകാശമോർത്തൻ
കർത്താവേ വണങ്ങുന്നു ദത്തവകാശമോർത്തൻ എമ്മാനുവേലിന്റെ ചിറകുകൾ വിടരുന്ന അമ്മഹാഭാഗ്യദേശ തടിയാനിയോർക്കണേ അമ്മഹാഭാഗ്യദേശ തടിയാനിയോർക്കണേ ദൈവം സകലവും നന്മയ്ക്കായി ചെയ്യുന്നു ഭക്തന്മാരികേയന്റെ അലയുന്നു വലയുന്നു ഭക്തന്മാരികേയന്റെ അലയുന്നു വലയുന്നു. One simple request. I want a code card, registration number. Okay, it's taken care. Thank you. At this time, I request Mr. Philip Matai, representing the Parish Council of St. Mary's Malagra Catholic Church, to come forward to offer condolences. ബഹുമാനപ്പെട്ട വൈദികരെ, ഡിയർ തങ്കച്ചൻ, ജോബിൻ ആൻഡ് ജെനി, ഡിയർ ഫ്രണ്ട്സ്, ആനിയെ പറ്റി പറഞ്ഞാൽ ഒരു നല്ല മകളായിട്ട് ജനിച്ചു, ഒരു നല്ല ഭർത്താവായി, നല്ലൊരു ഭർത്താവിൻ്റെ ഭാര്യയായി, നല്ല ഒരു അമ്മയായി, അതിനേക്കാൾ ഉപരിയായിട്ട് നല്ല ഒരു വിശ്വാസിയായിട്ടാണ് മരിച്ചത്. നൂറോഷിലെ ഇടവകയെ സംബന്ധിച്ച് പറഞ്ഞാൽ ആനിയുടെ വേർപാട് ഒരു വലിയ നഷ്ടമാണ്. ഏറ്റവും കൂടുതൽ പ്രകാശിച്ചിരുന്ന ഒരു വെളിച്ചം ഇന്ന് അണഞ്ഞു പോയിരിക്കുന്നു. എല്ലാ സൺഡേയിലും പള്ളി വരികയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആനി എന്നും സന്മനസ് കാണിച്ചിട്ടുണ്ട്. ഈ സഹോദരിയുടെ വേർപാടിൽ നൂറോഷിൽ ഇടവകയുടെ അനുശോചനം അറിയിക്കുകയും ആനിയുടെ നിത്യജീവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. At this time, Merlin Alexander will read the Bible. A reading from the first letter of St. Paul to the Corinthians. Barikimor. I want to make quite clear to you, brothers, what the message of the gospel that I preach to you is. You accepted it and took your stand on it, and you are saved by it, if you keep to the message I preach to you. Otherwise, your coming to believe was in vain. The tradition I handed on to you in the first place, a tradition which I had myself received, was that Christ died for our sins in accordance with the scriptures, and that he was buried, and that on the third day he was raised to life in accordance with the scriptures, and that he appeared to Cephas and later to the 12. And next he appeared to more than 500 of the brothers at the same time, most of whom are still with us, though some have fallen asleep. Then he appeared to James, and then to all the apostles. Last of all, he appeared to me too, as though I was a child born abnormally. For I am the least of the apostles, and am not really fit to be called an apostle, because I had been persecuting the church of God. But what I am now,
I am through the grace of God, and the grace which was given to me has not been wasted. Indeed, I have worked harder than all the others, not I, but the grace of God which is with me. Anyway, whether it was they or I, this is what we preach and what you believed. Now, if Christ is proclaimed as raised from the dead, how can some of you be saying that there is no resurrection of the dead? If there is no resurrection of the dead, then Christ cannot have been raised either. And if Christ has not been raised, then our preaching is without substance, and so is your faith. What is more, we have proved to be false witnesses to God, for testifying against God that he raised Christ to life when he did not raise him. If it is true that the dead are not raised. For if the dead are not raised, neither is Christ. And if Christ has not been raised, your faith is pointless, and you have not. Thank you, Melanie. At this time, I request Mr. Shibu Varghese and Mr. Shaji Varghese to share their feelings about their beloved aunt. Dear respected Hutchins sisters, family, and friends, we are honored to speak about Auntie today. First, I would like to say how happy I am to see so many relatives and friends here today. It shows how loved and respected she was. Auntie was a cheerful and friendly lady who loved life. If she was here today, she would tell you not to be sad, and her smile and big hug would certainly cheer you up. When we were young, we would never believe that we could lose a parent, uncle, auntie, or even friends, because we have the belief that everyone's invincible. Also, living 1,200 miles away, I thought hearing news like this from home would be easier, but it isn't easy when you lose someone who's helped shape you into who you are today. Auntie's son, pretty much my brother Jovan, and I are only a month apart, but we did everything together, from going to Malayalam school to high school together, to our sleepovers where we had to always be the quietest in the mornings because my mom and his mom always worked the nights. So otherwise we'd be getting in trouble. Also, we'd always hear Auntie and my mom on the phone together, always comparing our grades, complaining about how we're out too late, or calling each other to make sure that we weren't lying about going over to each other's houses. Our family has always been such a close one. The aunties in our families are more than just aunties. They are like our extra mothers, because they reaffirm what our moms already scolded us about. These past couple of months, with the loss of Mani Auntie and Ani Auntie, we will only grow stronger as a family. We don't know, a lot of us don't know what the pain that you guys are going through right now, but just know that we'll always be here for you guys. Thank you for everyone who's come out here today to support our family during this tough time. We sincerely appreciate it. Thank you. Please join us in a devotional song. Adinayam nila
അതിനുള്ളിലും മൃത്യു കയറി ചെല്ലും. ചേറ്റപ്പുരയത് പാർക്കുന്ന ഭിക്ഷുവും മുറ്റും മരണത്തിനധീനനാം. രോഗങ്ങളോരോന്നും പെട്ടെന്നുള്ള ആപത്തും ആർക്കും വരുന്നതി ചോണിതരേ. കഷ്ടം മനുഷ്യർക്ക് രോഗക്കിടക്കയിൽ അഷ്ടികശനം പോലായിടുമേ. അയ്യോ അയ്യോ എന്നും അന്ത്യസ്വരമൊഴിൽ അയ്യോ എനിക്കൊന്നും വേണ്ട പാരിൽ. Bible reading by Sonia Thomas. A reading from the book of Deuteronomy. Then, leaving the plains of Moab, Moses went up Mount Nebo, the peak of Pisgah, opposite Jericho, and Yahweh showed him the whole country, Gilead as far as Dan, the whole of Naphtali, the country of Ephraim and Manasseh, the whole country of Judah as far as the western sea, the Negeb and the region of the valley of Jericho, city of palm trees as far as Zor. Yahweh said to him, "This is the country which I promised on oath to give to Abraham, Isaac, and Jacob, saying, I shall give it to your descendants. I have allowed you to see it for yourself, but you will not cross into it." There in the country of Moab, Moses, servant of Yahweh, died as Yahweh decreed. He buried him in the valley, and in the country of Moab, opposite Beth-Peor, but to this day no one has ever found his grave. Moses was 120 years old when he died, his eye undimmed, his vigor unimpaired. The Israelites wept for Moses on the plains for Moab for 30 days. The days of weeping for the mourning rites of Moses came to an end. Joshua son of Nun was filled with the spirit of wisdom, for Moses had laid his hands on him, and him the Israelites obeyed, carrying out the order which Yahweh had given to Moses. Since then, there has never been such a prophet in Israel as Moses, the man whom Yahweh knew face to face. What signs and wonders Yahweh caused him to perform in Egypt against Pharaoh, all his servants, and his whole country. How mighty the hand and great the fear that Moses wielded in the eyes of all Israel. Praises due to you, God. Barak Yomah. Father George Koshi, Vicar of St. George Orthodox Church of Portchester, to offer a prayer for us. ഏക ദൈവത്തിന് സ്തുതി. ആനി തങ്കച്ചൻ, children, respected priests, sisters, family members and friends. I was and I still am struggling to find words to speak at this moment. Usually, we Achans have to face such occasions often. In fact, 2 days ago, when I went to Tankachan's house, I was talking to Unnuni Achan, who is right in front of me. He was just coming after attending a funeral in Florida of an young man who was in Yonkers for a long time, a close friend of Achan, his family and himself also. He was telling, sometimes we face situations
like this, as well as the one he attended in Florida, the facing the people who are going through bereavement, it may be easy to comfort them. 2 months ago, we were in the same place, bidding farewell to one of the other members, Mani. And we never thought at that time we will be gathering here to say goodbye, bye-bye, maybe not goodbye, to Annie here today. And we, those who love the family, including myself and my wife, when Mani died, one thing we worried much about was not about Mani's husband or children, actually about Annie. She was a very courageous woman. I knew she was sick for a long time. And I have been praying in my humble prayers and in my liturgy, Holy Kurbana, for her for a long time. But when I talk to her or face her or see her, she never appeared to be sick. Even though I have a slight pain, and my family members often tell others, he always complains he is sick. All of us, it is a common nature, a silly little pain, a simple pain is enough for us not to bear, we have to share with others. So our burden is reduced. But Annie, in spite of her sickness, of a serious type, she didn't want to appear before others as a sick person. Very courageous woman. But when Mani was going through the last moments of her life, she told Mani, you go now, I am going to follow you. Of course, we all going to follow Mani and Annie. But none of us thought it is going to be this soon. That is why we are all, those who love the family, not only those who love the family, know the family, this death affects so much. I don't want to speak much here. They have been, when they came to this country, they were worshipping with us in St. George Orthodox Church. At that time, they didn't have a parish anywhere nearby the Malangala Rite. And since then, and not two of Tangachan sisters and their families were founding members of this parish. In that sense, we were like a family. That relationship, even though they went to join their own parish, that still continues. So all of us in this parish feel they belong to us. That love, that concern, that care always is there. That may be the reason when I was not here for almost 1 month, I was in India. And the day before she died, at night, I got a call. Baby called me and told me about her state. I went there, even though it was so difficult for me to reach there, but I went there to see her. I spent few moments there, I prayed.
She was opening her eyes. She was signing the cross. She was saying the Lord's Prayer. And she was asking others to continue the prayers. The hope, the faith, the certainty of the assurance of her faith was visible there. And even at that time, even though I was told she was very serious, I never thought this was so. Death for human beings like us, our knowledge is very limited, is a tragedy. But death like this gives an assurance about the hope that we have after this. Our faith, our Bible, our prayers all speak loudly and clearly about this. But a person dying before us with so much assurance, so much faith, so much happiness, prayer, continue to pray. A few hours before her death, she was saying, when she was able to speak, when voice comes out of her mouth, she said, pray, pray, Lord's Prayer, Hail Mary. That confidence, many of us may lose in such an occasion, but we are going to meet again. That assurance, that faith in the resurrected Lord. We should be thankful to the church that teaches us, don't lose your hope, be confident. And we are saying goodbye to her at the same time, to meet her as well. We are all going to say goodbye to this world in that assurance. And the assurance that we have life in Christ, as well as she lives in the bosom of Abraham, Isaac, and Jacob. That faith gives us strength, gives us hope, and gives us great assurance about Annie. May God give her eternal life. May Almighty God, who comforts those who are suffering, with His presence, with His assurance, comfort those who are going through this bereavement. May God bless us all. Let us all small. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായി വന്നുദ്രാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
വൽറൂഹോ കാദീശോ സ്തോത്രം മൃതജീവ പ്രാതനെ കബറി നെറ്റിടുന്നു നിൻ പ്രേക്ഷകപാതേ മാമലൻ റൂഹായ്ക്കും കാലേലൂയ മുറിയോറാകെ മേലൂതേ കരുണ നിറഞ്ഞവനേ നിന്നുടെ സൃഷ്ടിയെ നീ ഉദാസീനമേ നിന്നിൽ ശരണത്താൽ നിദ്രയായി നിന്റെ വരവിനു കാത്തിടും മൃദുൽ വനിയണമേ അവരവരാഗത്തെ ദൈവമേ സഹാകുടയും യാക്കോബിനുടയും മടിയിൽ പാർക്കണമേ വന്നവരും വരുവോ ും സുതനും ശരീര പാടണമേ വന്നവനും വരുവോ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധ പാഠസംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയെന്ന ദാസിയുടെ മേലും ഈ വ്യാപാടി വേദനിക്കുന്ന അവരുടെ മേൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാണമേ. ആമേൻ. At this time, we're going to have another devotional song. During that song, Bible reading by Sean Thomas and also Stephen. Thomas would like to share his memories about his town. Psalm 121. I lift up my eyes to the mountains. Where is my help to come from?
My help comes from Yahweh, who made heaven and earth. May he save your foot from stumbling. May he, your guardian, not fall asleep. You see, he neither sleeps nor slumbers, the guardian of Israel. Yahweh is your guardian, your shade. Yahweh at your right hand. By day the sun will not strike you, nor the moon by night. Yahweh guard you from all harm. Yahweh guards your life. Yahweh guards your comings and goings, henceforth and forever. Barakallahu. Respected Hutchins, sisters, family, friends, we are gathered here today to honor the life of an amazing woman, Annie Andy. It's very hard to say goodbye to the people that we love most, especially when they're the ones who help us and watch us grow up to become the individuals that we are today. Annie Andy was like a second mother to all of us. She was the type of person that would welcome you into her house and make you feel like family. I know this because when I was little, I was that little kid at her door, and she would always give me Jovin's and one basketball DVDs without him knowing. And he never found out until today. I will never forget the love and kindness that she showed me. Today, we shouldn't mourn for her. We should celebrate her life and be happy that she's looking down at a place far more beautiful than here. Although the past couple of months have taken a toll on our family, it has only made us stronger. We want you to always remember that we are with you to support and help you get through this loss. We will always remember you, and you will truly be missed. Rest in peace, Aunt Andy. Request Mr. Kurur Rajan, representing Westchester Malayali Association, as well as a member of this parish, to come forward and offer his condolences. ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, മാന്യ സുഹൃത്തുക്കളെ, മരണത്തെപ്പറ്റി ആധികാരികമായി ഒന്നും പറയാൻ ഞാൻ അർഹനല്ല. എങ്കിലും മരണം അനിവാര്യമാണ്. വേണ്ടപ്പെട്ടവർ നമ്മെ വിട്ട് പിരിയുമ്പോഴുള്ള ദുഃഖം പറഞ്ഞറിയിക്കാവുന്നതല്ല. അതിനെ എത്ര നല്ല വാക്കുകൾ കൊണ്ടും സാന്ത്വനപ്പെടുത്താനുമാകില്ല. ആനിയെയും കുടുംബത്തെയും എനിക്ക് വളരെ നാളത്തെ പരിചയമുണ്ട്. സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് ഓഫ് വെസ്റ്റ്ചെസ്റ്ററിൻ്റെ ഒരു അസോസിയേറ്റ് അംഗമായും വളരെ നാളത്തെ കൂട്ടായ്മ ഈ കുടുംബമായി എനിക്കുണ്ട്. മലയാളി അസോസിയേഷന് വേണ്ടിയും ഈ പള്ളിക്ക് വേണ്ടിയും വളരെയധികം സാമ്പത്തിക സഹായങ്ങൾ നൽകിയിട്ടുള്ള ഈ കുടുംബമാണ് ആനിയുടേത്. ആ കുടുംബത്തിലൊരംഗം നഷ്ടമാവുന്നതിൽ ദുഃഖമുണ്ട്. വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്ന നിലയിലും സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് ഓഫ് വെസ്റ്റ്ചെസ്റ്റർ ട്രഷറർ എന്ന നിലയിലും വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷൻ്റെ പേരിലും സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് ഓഫ് വെസ്റ്റ്ചെസ്റ്ററിൻ്റെ പേരിലും ഞങ്ങൾക്കുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു. അതിനോടൊപ്പം തന്നെ ഈ കുടുംബത്തിന് ശാന്തിയും സമാധാനം നൽകുന്നതിനും ആനിക്ക് നിത്യശാന്തി നൽകുന്നതിനുമായി ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കുറുരാജൻ. താങ്ക് യു. I request Mr. Sanu George, nephew of Annie Andy, to say a few words. My dear fathers, sisters, relatives and friends, I know it's been a very hard day for each and every one of us. It's been a hard month. It's been a few hard months for us. But one thing I want to talk about, Auntie, is there was one psalm that really applies to her, and that is, one thing I ask, one thing I seek, that I want to be in your presence. Psalm 27. And Auntie was always a person of prayer. More than anything else, she used to love to pray. And every time she used to call me, she used to say, "Let us pray." That is the only one wish that she had in her heart, was to pray at all time and to be in God's presence.
And whenever she called me, she used to say, you know what? Mani Auntie is sick as well. Let us pray for her first. She used to put others before her. We used to always pray for Mani Auntie. And when Mani Auntie went, we were broken. We were really broken. But we continued to pray for her soul. I still do. Each of our family members still pray for her soul. And now I know Auntie is gone, but she is in a very beautiful place where she finds the love of Christ, where she enjoys his presence. And as she kept everybody else before her, let us always remember to pray for her. Every single prayer, every single night. Let us pray for her soul, that when she is with Christ, she will pray for each and every one of us, as a saint would do. Auntie has shown me how to live every single day of my life. She knew the death was in front of her, but she was not afraid. She knew she was going to go through difficult times. Every time she used to go through radiation, she used to go through a lot of pain. But she used to call and pray. And once prayer was done, she used to feel the peace in her heart. And she showed me that every time there's trouble, every time there's pain, there's only one person that we can call to, and that was Jesus. She found strength in the Lord. And as she goes to the Lord, as she's in his presence, let us always continue to pray for her soul. Uncle and Auntie, Uncle Jobin and Jenny, no matter what we say, we understand the void in your life, but you should remember Auntie is there with Jesus, praying for us. Thank you. Bible reading by Anita Abraham. A reading from the Gospel of St. John, chapter 11, verses 17 to 45. On arriving, Jesus found that Lazarus had been in the tomb for 4 days already. Bethany is only about 2 miles from Jerusalem, and many Jews had come to Martha and Mary to comfort them about their brother. When Martha heard that Jesus was coming, she went to meet him. Mary remained sitting in the house. Martha said to Jesus, "Lord, if you had been here, my brother wouldn't have died. But even now I know that God will grant whatever you ask of him." Jesus said to her, "Your brother will rise again." Martha said, "I know he will rise again at the resurrection on the last day." Jesus said, "I am the resurrection. Anyone who believes in me, even though that person dies, will live. And whoever lives and believes in me will never die. Do you believe this?" "Yes, Lord," she said. "I believe that you are the Christ, the Son of God, the one who has come into this world." When she had said this, she went and called her sister Mary, saying in a low voice, "The Master is here and wants to see you." Hearing this, Mary got up quickly and went to him. Jesus had not yet come into the village. He was still at the place where Martha had met him. When the Jews were in the house comforting Mary, saw her get up so quickly and go out, they followed her, thinking that she was going to the tomb and weep there. Mary went to Jesus, and as soon as she saw him, she threw herself at his feet, saying, "Lord, if you had been here, my brother wouldn't have died." At the sight of her tears and those of the Jews who had come with her, she was greatly distressed, and with a profound sigh he said, "Where have you put him?" They said, "Lord, come and see." Jesus wept, and the Jews said, "See how much he loved him?" But there were some who remarked, "He opened the eyes of the blind man, and could he not have prevented this man's death?" Sighing again, Jesus reached the tomb. It was a cave with a stone to close the opening. Jesus said, "Take the stone away." Martha, the dead man's sister, said to him, "Lord, by now he will smell. This is the 4th day since he died." Jesus replied, "Have I not told you, you believe you will see the glory of God?" So they took the stone away. Then Jesus lifted up his eyes and said, "Father, I thank you for hearing my prayer. I myself knew you hear me always, but I speak for the sake of all these who are standing around me, so that they may believe it was you who sent me."
When he said this, he cried out in a loud voice, "Lazarus, come out." The dead man came out, his feet and hands bound with strips of material and a cloth over his face. Jesus said to him, "Unbind him, let him go free." Many of the Jews who had come to visit Mary had seen what he did and believed in him. Praise is due to you, God. Barikamor.